എന്റെ കൂടെ ഒന്നുമില്ല. എനിക്ക് നീ ആകെ ബാക്കിയുള്ളത് എന്റെ ജീവൻ മാത്രമാണ്. അവരൊക്കെ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോ ഈ ജനം പോലെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളിൽ എന്റെ ജീവനെ നിലനിർത്താൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എന്റെ ജീവൻ രക്ഷിക്കാൻ ഇന്ന് ഈ മലയോര മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടി നിന്ന എനിക്ക് എന്റെ ജീവനെങ്കിലും നിലനിർത്താൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായി ദൈവം നിശ്ചയിച്ച ആയുസ് ഈ ഭൂമിയിലൂടെ നടക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ നിലമ്പൂരിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങളിലാണ് എന്റെ വിശ്വാസം. നിങ്ങളിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. നിങ്ങൾ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ PV അൻവറിനെ കാണാമെന്ന് ഈ പറയുന്ന രണ്ട് മുന്നണിയിലെയും അവരുടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അധികാരത്തിന് വേണ്ടി ഈ പോരാട്ടം നടത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നവരാണ് ഞാൻ. ആ ജീവിതത്തിന് ഞാനൊന്നും നിങ്ങളോട് തിരിച്ചു ചോദിച്ചിട്ടില്ല. നിങ്ങൾ എനിക്ക് നൽകിയ വോട്ടും സ്നേഹവും അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് ഈ ജാഥയിലേക്ക് കടന്നു വരാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സും അവരുടെ പ്രാർത്ഥനയും എന്റെ ഒപ്പമാണെന്ന് എനിക്കറിയാം. പക്ഷെ അവർക്ക് കടന്നു വരാൻ കഴിയില്ല. കാരണം അവർ പച്ചപ്പാവങ്ങളാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ സർക്കാരിന്റെ സഹായം കിട്ടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പച്ചപ്പാവങ്ങളാണ് നിലമ്പൂരിന്റെ മണ്ണിലുള്ള മഹാഭൂരിപക്ഷം മനുഷ്യരും. അവർക്ക് ഈ ജാഥയിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഈ ജാഥയിലേക്ക് കടന്നു വന്നാൽ അവരോട് കണ്ണുരുട്ടും, അവരുടെ റേഷൻ കാർഡ് പറ്റും, BPL കാർഡ് APL ആക്കും. ഈ പറയുന്ന കുടുംബശ്രീയിൽ നിന്നുള്ള ലോണ് കിട്ടില്ല. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കൊടുക്കാമെന്ന് പറഞ്ഞ കക്കൂസ് പോലും കിട്ടില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന പത്രമാധ്യമങ്ങൾ നിങ്ങൾക്ക് എഴുതാം PV അൻവറിന്റെ കൂടെ ആരുമില്ലെന്ന്. സത്യമാണ്. പ്രത്യക്ഷമായി എന്റെ കൂടെ ആരുമില്ല. എവിടെ നിന്നൊക്കെ വന്ന എന്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ്. അവരല്ലാതെ ആരും ഈ അങ്ങാടിയിൽ ഈ പറയുന്ന ഈ നേതൃത്വത്തെ CPM-ന്റെ പിണറായി സത്തെ വെല്ലുവിളിച്ചുകൊണ്ട് PV അൻവറിന് പിന്തുണ നൽകി രംഗത്തിറങ്ങാൻ ശേഷിയുള്ള പാവപ്പെട്ട മനുഷ്യരല്ലാതെ അവർക്ക് ശേഷിയില്ലായ്മ കൊണ്ട് അവരിങ്ങോട്ട് വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ 19-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോ ഒരാളും കാണാതെ അവര് സൃഷ്ടിച്ച ദൈവത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ദൈവവും മനുഷ്യരും മാത്രം നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ വികാരം അവിടെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുക. എന്റെ ജീവൻ ആ ജീവൻ നേടാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ ജീവിതം നിങ്ങൾക്ക് സമർപ്പിച്ചതാണ്. ഇനി അങ്ങോട്ടും എന്റെ കൊക്കിൽ ജീവമുണ്ടെങ്കിൽ ഇവരെ ജയിപ്പിച്ചാലും തോൽപ്പിച്ചാലും ജീവന്റെ അംശം ബാക്കിയുള്ളപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എക്കാലത്തും നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണക്കും നിങ്ങളോട് സ്നേഹവും നിങ്ങളോടുള്ള ബഹുമാനവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.